നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വേൾഡ് കപ്പിൽ ഈജിപ്തും ബെൽജിയവും തമ്മിൽ നടന്ന മത്സരം 1-1 സമനിലയിൽ പിരിഞ്ഞിരിക്കുന്നു. ബെൽജിയം അവരുടെ സുവർണ്ണ തലമുറക്ക് നേടാനാവാത്തത് ഇത്തവണ നേടുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. അതേസമയം ഈജിപ്ത് ഇതുവരെ വേൾഡ് കപ്പിൽ ഒരു വിജയം നേടിയിട്ടില്ല. അത് ഇത്തവണയും ആദ്യ മത്സരത്തിൽ ലഭിച്ചിട്ടില്ല. 1-1 സമനില വരുമ്പോൾ അസൗറാണ് ഈജിപ്തിൻ്റെ ഗോൾ നേടിയത്. അതേസമയം ബെൽജിയത്തിൻ്റെ ഗോൾ ഓൺ ഗോളായിരുന്നു. അത് റൊമേലു ലുക്കാക്കു കളിക്കളത്തിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വന്നിട്ട് ഒരു 23 സെക്കൻഡിനുള്ളിൽ അദ്ദേഹമാണ് ആ ഒരു ഓൺ ഗോളിലേക്കുള്ള വഴി വെക്കുന്നത്. ഏതായാലും ഇൻസ്റ്റൻറ്റ് ഇമ്പാക്റ്റാണ് അദ്ദേഹത്തിലൂടെ വന്നിരിക്കുന്നത്. ഏതായാലും ഇരു ടീമും നന്നായിട്ട് പോരാടിയൊരു മത്സരം. പക്ഷേ 1-1 സമനില. ബെൽജിയത്തിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഡി കെറ്റ്ലറും ഡോക്കുവും ഡിബ്രോയിനെയും ട്രൊസാർഡും ഒക്കെ ഒരുമിച്ചിറങ്ങിയപ്പോൾ മറുഭാഗത്ത് ഒമർ മർമൂഷും മോസലയും അതുപോലെ അവരുടെ ഗോളടിച്ച എമാം അസൗറും ഒക്കെ ഒരുമിച്ചാണ് മുന്നേറ്റങ്ങൾ നയിച്ചത്. കളിയുടെ 20ാമത്തെ മിനിറ്റിലാണ് എമാം അസൗറിൻ്റെ ഗോൾ പിറക്കുന്നത്. തിബോട്ട് കോർട്ടുവയെ മറികടന്നുകൊണ്ട് പന്ത് വലയിലേക്ക് എത്തിച്ചു. ഈജിപ്ത് ആഘോഷത്തിലേക്ക് മാറി. ഇടവേള സമയത്ത് മത്സരം 1-0 ഈജിപ്ത് മുന്നിലായിരുന്നു. കളി തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ ബെൽജിയം രണ്ടാം പകുതിയിൽ നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് റൊമേലു ലുക്കാക്കുവിനെ കളിക്കളത്തിലേക്ക് വിടുന്നത്. ഡി കെറ്റ്ലറിനെ പിൻവലിച്ച് ലുക്കാക്കുവിനെ കളിക്കളത്തിലേക്ക് വിട്ടു. തൊട്ടു പിന്നാലെ അദ്ദേഹത്തിൻ്റെ ഫോഴ്സിലൂടെ ആ ഒരു ഓൺ ഗോൾ വരുന്നു. മുഹമ്മദ് ഹനിയുടെ പേരിലാണ് ഗോൾ രേഖപ്പെടുത്തുക. എന്തായാലും 1-1 സമനിലയിലേക്ക് കളി പോയി. ഇതോടുകൂടി രണ്ട് ടീമും ഗ്രൂപ്പ് ജിയിൽ സമനില പിടിച്ചിരിക്കുന്നു. അതേസമയം ഇറാനും ന്യൂസിലാൻഡും തമ്മിലുള്ള കളി പുരോഗമിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.